അതിജീവിത മാത്രമല്ല, പിന്തുണയ്ക്കുന്നവരും സൈബർ ആക്രമണത്തിന് ഇരയാകുന്നു. നടൻ ബൈജുവിന്റെ കമന്റിനെതിരെ ഭാഗ്യലക്ഷ്മി. ബൈജുവിന് ഭാര്യയും മകളുമില്ലേ? അവസരത്തിന് വേണ്ടിയാണോ അതിജീവിതയ്ക്കെതിരെ നിലകൊള്ളുന്നത് എന്ന് ഭാഗ്യലക്ഷ്മി. ചാനൽ ചർച്ചയിൽ ഏറ്റുമുട്ടി ഭാഗ്യലക്ഷ്മി ഇറങ്ങിപ്പോയി. ദിലീപിന്റെ പുതിയ സിനിമയിൽ സഹകരിച്ചിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാൻ PR ടീം ശ്രമിക്കുന്നുവെന്ന് ഭാഗ്യലക്ഷ്മി. വിചാരണ കോടതി വിധിയോടെ 99% ആളുകളും അതിജീവിതയ്ക്കൊപ്പം. അതിജീവിതയെ പിന്തുണച്ചതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിടുന്ന ഭാഗ്യലക്ഷ്മി അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തുവന്നു. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് സൈബർ ആക്രമണം നടത്തുന്നവരുടെ ഉദ്ദേശം നടക്കില്ലെന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കിയത്. ഇതിൽ നടൻ ബൈജു തന്റെ പോസ്റ്റിന് താഴെ വന്ന് നടത്തിയ സൈബർ ആക്രമണത്തെക്കുറിച്ചും ഭാഗ്യലക്ഷ്മി പരാമർശിച്ചു. അതിജീവിതയ്ക്ക് നേരെ സൈബർ ആക്രമണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ അവൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഞങ്ങൾക്കെല്ലാം നേരെയായിരിക്കുന്നു സൈബർ ആക്രമണം. ഇന്ന് എനിക്കെതിരെ വളരെ മോശമായിട്ട് ഏതോ ഒരുത്തൻ കമന്റ് ഇട്ടിരിക്കുന്നു. മറ്റൊന്ന് നടൻ ബൈജുവാണ്. ഈ ബൈജുവിനൊക്കെ ഒരു പെൺകുട്ടിയില്ലേ? അദ്ദേഹത്തിന് മകളില്ലേ? ഭാര്യയില്ലേ? അമ്മയില്ലേ? കുടുംബത്തിൽ സ്ത്രീകളില്ലേ? എൻ്റെ അടുത്ത് സിനിമാ ലോകത്തുള്ള പ്രശസ്തരായ ആളുകൾ തന്നെ വിളിച്ചു പറയുന്നു, ഈ ബൈജു ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന്. അവസരങ്ങൾക്ക് വേണ്ടിയാണോ? സ്വന്തം അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണോ ഇവരെല്ലാവരും ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത്? ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെയൊക്കെ അങ്ങ് തളർത്തിക്കളയാം എന്നോ? അങ്ങനെയൊന്നും ഞങ്ങൾ ആരും മിണ്ടാതിരിക്കുമെന്ന് കരുതേണ്ട. സമൂഹത്തിനോടോ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയോടോ ചോദ്യം ചോദിക്കുമ്പോൾ ആ സ്ത്രീകളുടെ കുടുംബ മഹിമയെക്കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിക്കാനാണ് ഇവർക്ക് താല്പര്യം. അതെങ്ങനെയാണ് കുടുംബം പറയാൻ സാധിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്ന ഇവരുടെയെല്ലാം കുടുംബ പശ്ചാത്തലം അന്വേഷിക്കണ്ടേ? എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് സത്യത്തിൽ ഒരുതരം മഹാഭാരത യുദ്ധം മാതിരിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് ഇത്രയും വലിയ ഒരു അനീതി നടന്നിട്ട് അതിനെതിരെ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങളെയെല്ലാം പാണ്ഡവന്മാരെ ആക്രമിക്കാൻ വരുന്നതുപോലെ ആക്രമിക്കുകയാണ്. അങ്ങനെയൊന്നും ഞങ്ങൾ ആരും തോറ്റു പിന്മാറില്ല. സിനിമാ രംഗത്തുള്ളവർ ഇരട്ട നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവൾക്കൊപ്പം എന്ന് പറയുകയും ചെയ്യും, പക്ഷേ പുറത്തേക്ക് വന്ന് പ്രത്യക്ഷത്തിൽ അവൾക്ക് വേണ്ടി ആരും രംഗത്തിറങ്ങില്ല, സംസാരിക്കില്ല. കാരണം അവർക്കെല്ലാം ഭയമാണ്. അവരവരുടെ അവസരങ്ങൾ ഇല്ലാതെയാകുമോ എന്ന ഭയം, ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അതേസമയം ചാനൽ ചർച്ചയിൽ ഭാഗ്യലക്ഷ്മിക്കെതിരെ വിനു കിരിയത്ത് രംഗത്തു വന്നു. ഇതോടെ ഇരുവരും ചർച്ചയ്ക്കിടയിൽ പരസ്പരം തർക്കിച്ചു. സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾക്ക് ചെവി കൊടുക്കേണ്ട എന്ന വിനുവിന്റെ പ്രതികരണമാണ് തർക്കത്തിന് കാരണമായത്. വിനുവിന്റെ വാക്കുകൾ ഇങ്ങനെ: വിധി പറയാൻ നമ്മളാരും ആരുമല്ല, അതാദ്യം മനസ്സിലാക്കുക. കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളാണ് പ്രധാനം. പ്രോസിക്യൂഷൻ അവിടെ പരാജയപ്പെട്ടെങ്കിൽ മേൽക്കോടതിയിൽ പോവുക. അവിടെ ജഡ്ജിയെ പറയാൻ നമുക്ക് അവകാശമില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന അവഹേളനങ്ങൾ നമ്മൾ ഈ ചെവിയിൽ കൂടെ കേട്ടിട്ട് മറു ചെവിയിൽ കൂടെ കളയുക എന്നും വിനു കിരിയത്ത് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ മിണ്ടാതിരിക്കുമോ എന്നായി ഭാഗ്യലക്ഷ്മി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുരുഷന്മാരെ ചീത്ത വിളിക്കാമോ? നിങ്ങൾ ലോഡ്ജിൽ കയറി ഒരു പുരുഷനെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചില്ലേ എന്ന് വിനു കിരിയത്ത് തിരിച്ചു ചോദിച്ചു. ഇതോടെ ഒരിക്കലും ചീത്ത വിളിച്ചിട്ടില്ലെന്നും അവസരങ്ങൾ കിട്ടുമെന്നാണ് വിനുവിന്റെ പ്രതീക്ഷയെങ്കിൽ കാത്തിരുന്നോ കിട്ടുമെന്നും പറഞ്ഞ് ഭാഗ്യലക്ഷ്മി ചർച്ചയിൽ നിന്ന് പിന്മാറി. അതിനിടെ ദിലീപിന്റെ പുതിയ ചിത്രമായ ബബ്ബായിൽ ഭാഗ്യലക്ഷ്മി ഡബ്ബ് ചെയ്തുവെന്ന തരത്തിൽ വീഡിയോ ചെയ്ത് പ്രചരിപ്പിച്ചതും ഭാഗ്യലക്ഷ്മിയെ പ്രകോപിപ്പിച്ചു. ചീപ്പ് പരിപാടിയിലൂടെ അതിജീവിതയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്നവരെ തളർത്താനാണ് ചിലർ ലക്ഷ്യമിടുന്നതെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അതിജീവിതയുടെ വിഷയം ഇപ്പോൾ ഒരു സൈബർ യുദ്ധമായി മാറിയിരിക്കുന്നു. എതിർഭാഗത്ത് ആയിരങ്ങളും നമ്മുടെ ഭാഗത്ത് ലക്ഷങ്ങളുമുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. വിധി വരുന്നതിന് മുൻപ് അവളോടൊപ്പം 50% ആളുകളായിരുന്നെങ്കിൽ വിധിക്ക് ശേഷം അവളോടൊപ്പം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ 99% ആളുകൾ ഉണ്ട് എന്നത് പോരാടാൻ അവൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. അതെ, PR ടീം വെറും 1% മാത്രമാണെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു.